വാട്ട് എക്സാക്ട്ലി ഷുഡ് യു ഡു നൗ അല്ലേ? ഹെൽത്തിന് അവയർനെസ്സിന്റെ വീഡിയോസ് കണ്ടു, ഓക്കെ മനസ്സിലായി, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ക്ലാരിറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ലൈക്ക് ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാവണമെങ്കിൽ അത് എപ്പോ എങ്ങനെ ചെയ്യണം എന്നുള്ള വ്യക്തമായ ധാരണ ഒരാൾക്ക് ഉണ്ടാവണം. അത് നമ്മുടെ ലൈഫിൽ എങ്ങനെ ഫിറ്റ് ഇൻ ചെയ്യണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാവണം. സോ അതിനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് താമസിക്കേണ്ടത് ലെറ്റ്സ് ഡൈവ് ഇൻ. സോ ഫസ്റ്റ് തിങ് ഇറ്റ്സ് അബൌട്ട് മൈൻഡ് സെറ്റ്. ആദ്യത്തെ സംഭവം നമ്മൾ മൈൻഡ് സെറ്റിനെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം പെർഫെക്ഷൻ അല്ല. നമുക്ക് പെർഫെക്റ്റ് ആവണ്ട, നമുക്ക് ഇനീഷ്യലി നമുക്ക് പെർഫെക്റ്റേ ആവണ്ട. ബട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഇസ് ഓൺ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ഇറ്റ്സ് ലൈക്ക് റിയലി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഒരു കാര്യം കൂടെ, നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് ഒന്നും നമുക്ക് മാറ്റിമറിക്കണ്ട. ജസ്റ്റ് സ്റ്റാർട്ട്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ റുട്ടീനിൽ മോശമായി തോന്നുന്നത്, നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്താണെന്നുള്ളത് ഇരുന്ന് എഴുതി എടുത്തിട്ട് നിങ്ങൾ തുടങ്ങുക. ജസ്റ്റ് സ്റ്റാർട്ട് സ്മോൾ. അത് കൺസിസ്റ്റന്റ് ആയി കൊണ്ടുപോവുക എന്നുള്ള മാത്രം. അത് മുടങ്ങാണ്ട് കൺസിസ്റ്റന്റ് ആയി എങ്ങനെ കൊണ്ടുപോകണം. ഒരു പുതിയ ഹാബിറ്റ് നിങ്ങൾ എന്താ പറയുക ഭയങ്കര വലിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങുക. അതായത് ഇപ്പം നിങ്ങൾക്ക് നേരത്തെ എണ്ണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന എന്താണ്, നമ്മളിപ്പോൾ ഒരു 8 മണിക്ക് എണ്ണിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ 5 AM അലാം വെക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് എണ്ണിക്കാൻ പറ്റില്ല. എണ്ണീറ്റാൽ തന്നെ നെക്സ്റ്റ് ഡേ അത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു അരമണിക്കൂർ മുന്നേ എണ്ണീറ്റ് ശീലിക്കുക, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുന്നേ എണ്ണീറ്റ് ശീലിക്കുക. ആൻഡ് വെള്ളം കുടിക്കാത്ത ഒരാളാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എക്സ്ട്രാ കുടിക്കുക. ആൻഡ് ഇപ്പൊ ബുക്ക് വായിക്കുന്ന ഒരാൾ, ബുക്ക് വായിക്കേണ്ട ഒരു ശീലം നിങ്ങൾ വരുന്നതാണെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് 1 പേജ് അല്ലെങ്കിൽ 2 പേജ്. പറയുമ്പോൾ ഭയങ്കര ചെറുതായി തോന്നും, പക്ഷെ ഇത് ട്രൈ ചെയ്തു നോക്ക് നിങ്ങൾ. കാരണം നമ്മൾ ഇനീഷ്യലി നമ്മുടെ പ്രശ്നം നമ്മൾ 10ഉം 15ഉം ഞാൻ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയിരിപ്പിന് വാശിക്ക് ഞാൻ ഹാഫ് ബുക്കും അങ്ങനെയൊക്കെ തീർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പറയാ, അത് ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് തീർക്കും. പകരം ജസ്റ്റ് സ്റ്റാർട്ട് സ്മോൾ. കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ അതിന്റെ ഒരു സമയം പേസ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ആൻഡ് തീരെ ബോഡി അനക്കാത്ത ഒരാളാണെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങളുടെ പാർട്ട്ണറിന്റെ കൂടെയോ നിങ്ങളുടെ ഫ്രണ്ടിന്റെ കൂടെയോ ജസ്റ്റ് ഒന്ന് നടന്നു തുടങ്ങുക. ആൻഡ് അതിന്റെ ഒരു ഇത് മനസ്സിലാവുമ്പോൾ അടിപൊളിയായിരിക്കും. ജിമ്മിൽ ജസ്റ്റ് ഒന്ന് പോയി തല കാണിക്കുക. ഒരു 5-10 മിനിറ്റ് നിങ്ങൾ നിൽക്കുക. ഇവഞ്ച്വലി നമ്മളവിടെ എത്തി. നമ്മൾ എത്തുമ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നടന്നു തുടങ്ങും. അത്ര സംഭവം. അപ്പൊ നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് കൺസിസ്റ്റൻസി. അത് സ്ഥിരമായി ഇന്നും നാളെയും മറ്റന്നാളായിട്ട് ചെയ്യാൻ നോക്കുക. ആൻഡ് ഒരു റൂൾ ഉണ്ട് റുട്ടീനിൽ. നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾ മിസ് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ നെക്സ്റ്റ് ഡേ അത് അങ്ങനെ സ്കിപ്പ് ആവാതെ നോക്കുക. ബിക്കോസ് അപ്പോഴാണ് നമ്മൾ ഈ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്ന റുട്ടീൻ നമ്മുടെ അടുത്ത് നിന്ന് സ്ലിപ്പായി പോകുന്നത്. ദാറ്റ്സ് എ റൂൾ. നെവർ മിസ് 2 days in a row. ആ ഒരു സംഭവം മാത്രം ആലോചിച്ചാൽ മതി. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ്, സോ അടുത്ത സംഭവമാണ് ന്യൂട്രീഷൻ. ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ഓടിച്ച് പറഞ്ഞു പോവാണ്. ബിക്കോസ് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിനെ പറ്റി മാത്രമുള്ള ഒരു ഇൻസൈറ്റ് ആണ്. ഇതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സിമ്പിൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം, പ്രോട്ടീൻ ഉണ്ടാവണം, ഹെൽത്തി ഫാറ്റ്സ് ഉണ്ടാവണം, ഫൈബർ ഉണ്ടാവണം. ആൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഹോൾ ഗ്രെയിൻസ്, ഓട്സ് ഇല്ലെങ്കിൽ കീൻവ, റാഗി, എന്താണെങ്കിലും നമുക്ക് റൈസ് ആണെങ്കിലും ബസ്മതി റൈസ്, ചപ്പാത്തി നമുക്ക് എല്ലാം എടുക്കാം. ആൻഡ് അതിന്റെ ഒരു എന്ത് കാറ്റഗറി ഓഫ് ഫുഡ് അത് ഓരോരുത്തരുടെ നീഡ് അനുസരിച്ച് മാത്രമാണ് എടുക്കേണ്ടത്. പ്രോട്ടീൻ നമുക്കൊക്കെ അറിയാം, ചിക്കൻ, എഗ്, ഫിഷ്, ലെൻഡിൽ, ദാൽസ് എല്ലാം പെടും. ഫൈബറിൽ നമ്മുടെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സാലഡ്സ്, പിന്നെ സീഡ്സ് ആൻഡ് നട്ട്സ് ആൻഡ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഫൈബർ. ഹെൽത്തി ഫാറ്റ്സ്, ഒലിവ് ഓയിൽ, അവക്കാഡോ, ഗീ, ഓയിൽസ്, അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ വേണം. ഇതൊക്കെ നമ്മുടെ ഹെൽത്തി ഫാറ്റ്സ് എന്തിനാണ്? നമ്മുടെ ഹോർമോൺ നന്നായി ഫംഗ്ഷൻ ചെയ്യാനും നമ്മുടെ ഹോർമോണൽ ബാലൻസ് ഉണ്ടാവാനാണ്. ഫൈബർ നമ്മുടെ ഡൈജഷന് നല്ലതാണ്. നമ്മുടെ ഡൈജഷനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഫൈബർ ഉണ്ടാവണം. കാർബോഹൈഡ്രേറ്റ്സ് എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്ന, ഇപ്പൊ എത്ര നമ്മൾ ഇതാക്കിയാലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമാണ് കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് തന്നെ കാർബോഹൈഡ്രേറ്റ് ആണ്. അത് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ എല്ലാത്തിനും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം. പ്രോട്ടീൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്രോട്ടീൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ മസിൽ ആൻഡ് ബ്രെയിൻ ഫംഗ്ഷൻ. നമ്മുടെ ബോഡി റിപ്പയർ ആവാനും എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രോട്ടീൻ. അപ്പോൾ ഇത് ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് എ ബാലൻസ്ഡ് മീൽ. ഇതൊരു ബാലൻസ്ഡ് മീലിനെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച്, ഇപ്പോൾ വെയിറ്റ് ലോസ് ആണോ, വെയിറ്റ് ഗെയിൻ ആണോ, ഇല്ലെങ്കിൽ ബൾക്കിംഗ് ആണോ, വാട്ട് എവർ ഇറ്റ് ഇസ്, ഇല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ള ഒരാളാണോ, അതിലെല്ലാത്തിലും ഇതിന്റെ ഓരോന്നിന്റെയും പ്രപ്പോർഷൻസ് മാറും. പക്ഷേ ഇറ്റ്സ് ഓൾവേസ് ഗോയിങ് ടു ബി എ ബാലൻസ്ഡ് പ്ലേറ്റ്. എന്ത് അളവിൽ എടുക്കണം എന്നുള്ളൊരു വ്യത്യാസം മാത്രമായിരിക്കും നമുക്കിവിടെ ഉണ്ടാകുന്നത്. അപ്പം എപ്പോഴും ഈ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ എനർജി എപ്പോഴും നല്ല ഫ്യൂൽ. നമ്മൾ രാവിലെ എണീച്ചൊരു ആഹാരം കഴിച്ചാൽ നമുക്ക് ആ ഒരു സ്റ്റഡി എനർജി ഉണ്ടായിരിക്കണം. നമുക്ക് ആ ഒരു ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു എനർജി ഉണ്ടാവണം. അതാണ് മെയിൻ തിങ്. ലഞ്ച് ആണെങ്കിലും നമ്മൾ ഫുൾ കുറച്ച് നേരം വയറ് നിറച്ച് നിൽക്കണം. ഏത് ആഹാരം കഴിക്കുമ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്കൊരു 3 hour ഗ്യാപ്പ് ഇട്ട് 3 to 4 hour ഗ്യാപ്പ് ഇട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ബേസിക്കലി നമ്മൾ എനർജൈസ്ഡ് ആയിട്ടിരിക്കണം, നമ്മുടെ ഹെൽത്തും എല്ലാം അടിപൊളിയായിരിക്കും. ഒരു നല്ല ന്യൂട്രീഷ്യസ് മീൽ കഴിക്കുക എന്നുള്ളൊരു സംഭവമാണ്. അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇസ്
മൂവ് യുവർ ബോഡി. സി എക്സസൈസ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരിക്കലും ഓപ്ഷൻ അല്ല. ഇറ്റ് ഈസ് വെരി മച്ച് നെസസറി. ഡസൻ മീൻ ദാറ്റ് നിങ്ങൾ 3-4 മണിക്കൂർ പോയിട്ട് ജിമ്മിൽ സ്പെൻഡ് ചെയ്ത് ടൈം കളയണം, അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾക്ക് അതിനൊന്നും പറ്റുന്നില്ല, ഇതിന് ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പാർട്ട്ണറിന്റെ കൂടെയോ ഫ്രണ്ടിന്റെ കൂടെയോ നടക്കാൻ പോവുക, ഇല്ലെങ്കിൽ സ്റ്റെയർ കയറാൻ ഓപ്പർച്യൂണിറ്റി ഉള്ളിടത്ത് പോയിട്ട് സ്റ്റെയർ കയറുക. ആൻഡ് നിങ്ങൾ ഫോൺ കോൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കൗച്ചിലൊക്കെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യുന്നതിന് പകരം ഒന്ന് നടന്നുകൊണ്ടൊക്കെ ഫോൺ ചെയ്യുക. യുനോ മേ ബി യു ക്യാൻ അസോസിയേറ്റ് നമ്മുടെ ഹാബിറ്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന പോലെ ട്രെഡ്മിൽ നിങ്ങൾക്ക് വാക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ആളോട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുക, അല്ലെങ്കിൽ സീരീസ് കണ്ടുകൊണ്ട് നടക്കുക. അങ്ങനെ പിന്നെ കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കുക. മാക്സിമം നമ്മുടെ ബോഡീനെ ഒരു ആക്റ്റീവ് ഫോമിലേക്ക് കൊണ്ടുവരാം. ആൻഡ് ജിം, സ്ട്രെങ്ത് ട്രെയിനിങ്, കാർഡിയോ ഒക്കെ മിക്സ് ചെയ്ത് ചെയ്യുക. ഇവൻച്വലി അത് ചെയ്യുക. ബട്ട് ജസ്റ്റ് ടു ബിഗിൻ വിത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്താൽ മതിയാവും. ലൈക്ക് എന്താ പറയുക, ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. പകരം ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ബോഡി അനക്കി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ എനർജി ലെവൽ, നിങ്ങളുടെ സ്റ്റാമിന മാറുന്നത് നിങ്ങൾക്ക് മെല്ലനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഇസ് അഡിക്റ്റീവ്. അതാണ് ഒരു സംഭവം. ആൻഡ് അത് നമ്മളെ എന്താ പറയുക, നമ്മുടെ ബോഡി മാറണം എന്നുള്ള മൈൻഡിലായിരിക്കും നമ്മൾ ആക്ച്വലി ഒരു ജിമ്മിൽ പോകുന്നത്. പക്ഷെ നമ്മൾ ജിമ്മിൽ പോയി തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഭയങ്കര വലിയൊരു മെഡിസിൻ ആണെന്നുള്ള ഒരു സംഭവം. ഫോർ എനിത്തിങ്, ഫോർ യുവർ ആങ്സൈറ്റി, ഫോർ യുവർ ഡിപ്രഷൻ, ഫോർ യുവർ മെന്റൽ ഹെൽത്ത്, ഫോർ എനിത്തിങ് മൂവിങ് യുവർ ബോഡി ഇസ് ലൈക്ക് ഗോൾഡ്. അപ്പോൾ പ്ലീസ് നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ബിഗിൻ വിത്ത് ഓൾ ദീസ് സ്മോൾ തിങ്സ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് ദ നെക്സ്റ്റ്. സ്ലീപ്പ് ആൻഡ് റിക്കവറി. എന്നോട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഒരാൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടു ഗെറ്റ് യുവർ സ്ലീപ്പ്. നമ്മളെല്ലാവരും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. സ്ലീപ്പിനെ വളരെ കാഷ്വലി നമ്മൾ ഇഗ്നോർ ചെയ്യുക. ബട്ട് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അതിന് നിങ്ങൾ അതിനൊരു സ്കെഡ്യൂൾ, നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിന് പറ്റിയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ നിങ്ങൾ കൊണ്ടുവരാം. സെയിം സമയത്ത് ഉറങ്ങി സെയിം സമയത്ത് എണ്ണിക്കാൻ ശീലിക്കുക. ആൻഡ് എന്താ പറയുക, സ്ക്രീൻ ടൈം ഒരു 60 to 30 minutes മുന്നേ എങ്കിലും സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യുക. ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ഫോർ ഗുഡ് സ്ലീപ്പ്. കാരണം ഇപ്പം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ പോലും സ്ലീപ്പ് ഇല്ലെങ്കിൽ ദർ ഇസ് നോട്ട് ഗോയിങ് ടു ബി എനി റിക്കവറി. സോ പ്ലീസ്, നമ്മളെല്ലാവരും ഭയങ്കര കാഷ്വലി ഇപ്പോൾ പറയുന്നതാണ്, ഞാൻ 2-3 മണിക്കൂർ ഉറങ്ങിയുള്ളൂ, എന്തോ ഭയങ്കര പ്രൗഡായിട്ടൊക്കെ നമ്മൾ പറയണ പോലെയാണ് നമ്മൾ ചെയ്യണം. പക്ഷെ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. സ്ലീപ്പ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ എനർജി ലെവൽ മെയിൻറ്റെയിൻഡ് ആവാനും നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് ഫംഗ്ഷൻ ആവാനും നിങ്ങൾക്കൊന്ന് ഫംഗ്ഷൻ ആവാനും സ്ലീപ്പ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തുക. കാരണം ഇതെല്ലാം കൂടെയാണ് ഒരു സൈക്കിൾ. നമ്മളിപ്പോൾ ഫുഡ് മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ഗോളിലെത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ബോഡി മൂവ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ഇതിലെത്തില്ല, ഇല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടും സ്ലീപ്പ് റെഡി ആയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഓക്കെ. ആൻഡ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രെസ്. ഇൻ ടുഡേസ് വേൾഡ് വി ഓൾ ഫേസ് ദിസ്. സ്ട്രെസ് ലെവൽ എല്ലാവരുടെയും, കോർട്ടിസോൾ ലെവൽസ് എല്ലാവരും എപ്പോഴും, നമ്മൾ ചെറിയ കാര്യത്തിന് പോലും നമ്മളിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയി നമ്മുടെ കോർട്ടിസോൾ ലെവൽ, നമ്മുടെ ഒരു സ്ട്രെസ് ലെവൽ എപ്പോഴും ഹൈ ആണ്. അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ലൈക്ക് എന്ത് ചെയ്തിട്ടും ഒരു റിസൾട്ടും വരുന്നില്ല. പ്ലീസ് ചെക്ക് ഔൺ യുവർ സ്ലീപ്പ്, പ്ലീസ് ചെക്ക് ഔൺ യുവർ സ്ട്രെസ് ലെവൽ. ഇതൊക്കെ കൂടി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും, ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഒരു ടീമാണ്. ഒരു കാര്യം മാത്രം ഇങ്ങനെ മുന്നിൽ നിൽക്കുക എന്നുള്ള സംഭവമല്ല. നമ്മുടെ സ്ട്രെസ് ലെവൽ നമ്മൾ മാനേജ് ചെയ്യുക. അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ചെയ്യുക. മെഡിറ്റേഷൻ ആവാം, യോഗ ആവാം, ജേർണലിംഗ് ആവാം, വാക്കിംഗ് ആവാം, എന്താണോ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഗുഡ് തിങ്സ്, ഗുഡ് ഹാബിറ്റ്സിന്. ഞാൻ പറയുന്നത് നമ്മളെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ബാഡ് ഹാബിറ്റ്സോ നമ്മുടെ ബോഡിക്ക് മോശകരമായിട്ടുള്ള കാര്യങ്ങളോ അല്ല. നല്ല ഹാബിറ്റ്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് റുട്ടീനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ഇറ്റ്സ് ഗോയിങ് ടു ക്രിയേറ്റ് മാസീവ് റിസൾട്ട്സ്. ആൻഡ് ഓൾറെഡി ഞാൻ സ്ലീപ്പ്, സ്ട്രെസ്സിനെ പറ്റിയിട്ടൊക്കെ ലോങ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ പ്ലീസ് ഗോ ചെക്ക് ഔട്ട് ഹൗസ് ദ വേരിയസ് സ്റ്റെപ്സ് ആൻഡ് എവറിത്തിങ്. ആൻഡ് ഇൻ ഡീറ്റെയിൽ നമ്മൾ ഇനിയും പറയുന്നതായിരിക്കും. ദാറ്റ് ഈസ് അനദർ തിങ്. പിന്നെ വൺ മോർ തിങ് ദാറ്റ് ഐ ഫൊഗോട്ട് ഇസ് വാട്ടർ ഇൻടേക്ക്, ഹൈഡ്രേഷൻ. പലപ്പോഴും വിശപ്പ് നമുക്ക് തോന്നുന്നത് ശരിക്കും നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയതുകൊണ്ടാണ്. നമ്മൾ ഇഗ്നോർ ചെയ്യും. ശരിയാണ്, നമ്മൾ ഓരോ ക്ലൈമറ്റ് അനുസരിച്ച് നമ്മുടെ വാട്ടർ ഇൻടേക്ക് കുറയും. അപ്പോൾ വാട്ടർ ഇൻടേക്ക് ഇമ്പോർട്ടൻ്റ് ആക്കുക. ഡസൻറ്റ് മീൻ ദാറ്റ് 4 to 5 to 6 liters ഗൾപ്പ് ചെയ്യുക എന്നല്ല. നമ്മുടെ ബോഡി എന്താണ്, നമ്മുടെ ബോഡിക്ക് എത്ര വേണം എന്നുള്ളത് പ്രോപ്പർലി അനലൈസ് ചെയ്ത് വെള്ളം കുടിക്കുക എന്നുള്ള ഒരു സംഭവമാണ്. പ്ലീസ് ഡോണ്ട് സ്കിപ്പ് ദാറ്റ്. അപ്പൊ ഈ പറഞ്ഞൊക്കെയാണ് ഒരു ഫ്രെയിം വർക്ക്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ എവിടെയൊക്കെയാണ് എനിക്ക് പാളിച്ചയുള്ളത് അതിനെ ഇരുന്ന് റെക്ടിഫൈ ചെയ്ത്, ബിക്കോസ് നമുക്കാണ് നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. ശരിയാണ്, നമ്മുടെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞ് നീ ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല. പക്ഷെ യു ഓൺലി നോ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒരു പേപ്പറും പേന എടുക്കുക, എഴുതുക. ഓക്കെ, ഇതെന്റെ ഓക്കെ ആണോ. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ സെൽഫ് ചെക്ക് ലിസ്റ്റ് ഇല്ലേ, അത് ഒട്ടിച്ചിങ്ങനെ വെക്കുക, ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനെ ഇരുന്ന് നോക്കുക, ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ, എടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ഒരു റിമൈൻഡറും കൂടെയാണ്. നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് നമുക്കൊന്നും മാറ്റണ്ട. നിങ്ങൾ
ഹാബിറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. ഇത് മനസ്സിലാക്കുക. ജസ്റ്റ് സ്റ്റാർട്ട് സ്മോൾ, കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുക എന്നുള്ളൊരു സംഭവമാണ്. ജസ്റ്റ് സ്റ്റാർട്ട് സ്മോൾ. അതിനെ ഭയങ്കര സിമ്പിളാക്കി വയ്ക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കാര്യങ്ങളെ കോംപ്ലിക്കേറ്റഡ് അല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ആൻഡ് ഇനി വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ പ്രോപ്പറായിട്ട് നമ്മുടെ ഫുഡ് എന്താണ് ഓരോ മാക്രോ ന്യൂട്രിയൻ, മൈക്രോ ന്യൂട്രിയൻ, എന്താണ് നമ്മുടെ കൺഫ്യൂഷൻസ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. Until then, it's part of Self Dr. Sana Senudin signing out.